ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ബ്ലേഡ് ഷാർപ്പ് ചെയ്യുവാനും സെറ്റിംഗ് ചെയ്യുവാനും ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു സോ ബ്ലേഡ് മൂർച്ച കൂട്ടാനും സജ്ജീകരിക്കാനും നാം പിന്തുടരേണ്ട എല്ലാ ഘട്ടങ്ങളും ആദ്യം നോക്കാം. ഈ ഘട്ടങ്ങൾ ഇവയാണ്: ടോപ്പിംഗ്, വീണ്ടും രൂപപ്പെടുത്തൽ, സോ ക്രമീകരണം, നോച്ച്ഡ് സോ സെറ്റിംഗ്, പില്ലർ സോ സെറ്റ്, ഷാർപ്പനിംഗ്. വിഷയങ്ങൾ ഓരോന്നായി തുടങ്ങാം. ടോപ്പിംഗ്. ജോവിൻ്റെ ഇരുവശത്തും ഒരു പാഴായ തടിക്കഷ്ണം വച്ചുകൊണ്ട് സോ വൈസിലെ സോ വേണമെങ്കിൽ ശരിയാക്കുക. എല്ലാ പല്ലുകളും നിരപ്പാക്കുന്നതിനായി ഗ്രോവ്ഡ് വുഡൻ ബ്ലോക്കിൽ ഫ്ലാറ്റ് സജ്ജീകരിക്കുക. നന്നായി പരന്ന ഫയൽ പ്രവർത്തിപ്പിക്കുക. ഫയൽ ഫ്ലാറ്റായി സൂക്ഷിക്കുകയും ലഘുവായി പല്ലിൻ്റെ മുകൾ ഭാഗത്തുകൂടെ കടത്തിവിടുകയും വേണം. ഈ വിഷയം നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. റീഷേപ്പിംഗ്. സ്ലിം ടാപ്പർ ത്രികോണാകൃതിയിലുള്ള സോ ഫയൽ ഉപയോഗിച്ച് എല്ലാ പല്ലുകളും അവയുടെ ശരിയായ ആകൃതിയിലും വലുപ്പത്തിലും ഫയൽ ചെയ്യുക. ഓരോ ഗല്ലറ്റിനും നേരെ ദൃഢമായി അമർത്തുക. ബ്ലേഡിലുടനീളം വലതു കോണിൽ പിടിക്കുക. എല്ലാ പല്ലുകളും ഒരേ ആകൃതിയിലാക്കുക. മുൻവശത്തെ അറ്റം പല്ലുകളുടെ വരിയിൽ 70 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെയാണ്. ഫയലിങ്ങിലുടനീളം ഒരേ ഗ്രിപ്പ് നിലനിർത്തുക. പൂർത്തിയായ വശത്തിന്റെ പല്ലുകൾ ഒരു പോയിന്റിൽ എത്തുന്നതുവരെ ഓരോ ഗല്ലറ്റും ഫയൽ ചെയ്യുക. അടുത്ത പല്ലുകളിലെ പകുതി ഫ്ലാറ്റ് ഫയൽ ചെയ്യുക. പുനർരൂപകൽപ്പന പ്രക്രിയയുടെ അവസാനം പല്ലുകൾ എല്ലാം ഒരേ നിലയിലും ആകൃതിയിലും ആയിരിക്കണം. ഈ വിഷയം നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. സോ സെറ്റിംഗ്. ഒരു സോ സെറ്റ് ചെയ്യുമ്പോൾ ബ്ലേഡ് സോ ക്ലാമ്പിൽ ഉറപ്പിക്കണം. പല്ലുകളുടെ ഒരു നിര സജ്ജീകരിക്കുമ്പോൾ സോ ക്ലാമ്പിൽ മറിച്ചിടുകയും മറ്റേ വരി വളയുകയും ചെയ്യുന്നു. ഈ വിഷയം നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. സെറ്റിംഗ്. നോച്ച്ഡ് സോ സെറ്റിംഗ്. നോച്ച്ഡ് സെറ്റിംഗ് ഓപ്പറേഷൻ എന്നത് പല്ലുകൾക്ക് മുകളിൽ ഒരു വശത്തേക്കും പിന്നീട് മറുവശത്തേക്കും മാറി മാറി വളയ്ക്കുന്നതാണ്. നോച്ച്ഡ് സോ സെറ്റ് പൈലറുകളേക്കാൾ കൂടുതൽ പരിശീലനം ആവശ്യപ്പെടുന്നു. ഈ വിഷയം നമ്മൾ പൂർത്തിയാക്കി. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. പൈലർ സോ സെറ്റ്. പല്ലുകളുടെ വലുപ്പത്തിനനുസരിച്ച് പൈലറുകൾ ക്രമീകരിക്കാം. ഓരോ പല്ലും അതിൻ്റെ നീളത്തിൻ്റെ 2/3 ഭാഗവും അതേ ഡിഗ്രി വശത്തേക്ക് വളയ്ക്കുക. സോ സെറ്റിൻ്റെ ആകെ ഭാരം സോയുടെ കനത്തിൻ്റെ 1.2 മടങ്ങ് ആയിരിക്കണം. ബ്ലേഡിൻ്റെ കനം സെറ്റ് ബ്ലേഡിൻ്റെ ആകെ വീതി. നമ്മൾ ഈ വിഷയം പൂർത്തിയാക്കി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. മൂർച്ച കൂട്ടൽ. ചെറിയ വൃത്തമൂലകളുള്ള ഒരു ത്രികോണാകൃതിയിലുള്ള സോ ഫയൽ തിരഞ്ഞെടുക്കുക. സോയുടെ പോയിന്റിൽ മൂർച്ച കൂട്ടാൻ തുടങ്ങുക. സോയുടെ പല്ല് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ മൂർച്ച കൂട്ടുക. സോയുടെ പല്ല് ഫയൽ ചെയ്യുമ്പോൾ ഫയൽ ലംബമായും തിരശ്ചീനമായും 90 ഡിഗ്രിയിൽ പിടിക്കുക. ഒരു ഓയിൽ കല്ല് പല്ലിൻ്റെ വശത്ത് ചെറുതായി കടത്തിക്കൊണ്ട് ഫയൽ ഉൽപ്പാദിപ്പിക്കുന്ന ബർ നീക്കം ചെയ്യുക. അതിനുശേഷം പല്ലുകൾ പരിശോധിക്കുക. നമ്മൾ ഈ വിഷയം പൂർത്തിയാക്കി. സോ ബ്ലേഡ് ഷാർപ്പ് ചെയ്യുവാനും സെറ്റ് ചെയ്യുവാനും ഒന്ന് നോക്കാം. ടോപ്പിംഗ് സുരക്ഷിതമാക്കാനും ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് റീഷേപ്പിംഗ് ചെയ്യാം. ട്രയാങ്കുലർ സോ ഫയൽ ഉപയോഗിച്ച് ഷേപ്പും സൈസും ലെവൽ ചെയ്യാം. പൈലർ സോ സെറ്റ് ഉപയോഗിച്ച് പൈലറിനെ ടൂത്ത് സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ടേപ്പേർഡ് ട്രയാങ്കുലർ ഫയൽ ഉപയോഗിച്ച് ഷാർപ്പനിംഗ് പ്രവർത്തിച്ച് 30 to 45 ഡിഗ്രി വരെ ഷാർപ്പ് ചെയ്യുക. ബേഴ്സ് മാറ്റി അതിൻ്റെ പല്ല് പരിശോധിക്കുക. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.